അങ്ങനെ സംഭവബഹുലമായ 2024 കടന്നു പോകുന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പുതിയ വർഷത്തിലേക്ക് നമ്മളുടെ യാത്ര തുടങ്ങാൻ. അപ്പോൾ 2024 വിട പറഞ്ഞു, 2025 സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഏതൊരു നല്ല കാര്യത്തിനും അല്ലെങ്കിൽ പുതിയ കാര്യത്തിനും നമ്മളെപ്പോഴും സ്വാഗതം ചെയ്യുന്നത് മധുരം കൊണ്ടാണ് അല്ലേ. എല്ലാം ശുഭപ്രതീക്ഷകളാണ്. ഈ വർഷം ഉണ്ടായ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഒരുപാട് വിഷമങ്ങളുണ്ടായ ഇൻസിഡൻസ് നടന്നൊരു വർഷമാണ് 2024 എന്ന് പറഞ്ഞാൽ. ഈ ഒരു സമയം ഞാനത് മനസ്സിൽ ഓർമ്മിക്കാതെ അല്ല സംസാരിക്കുന്നത്. വയനാട് ദുരന്തമൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകളുണ്ട് 2024 കുറിച്ച് പറയുമ്പോൾ. എങ്കിലും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ വരുന്ന വർഷം 2025 എല്ലാവർക്കും വളരെ നല്ലൊരു വർഷമായി മാറണം. ശുഭകാര്യങ്ങൾ നടക്കണം. ഒരു വിഷമവും ആർക്കും ഉണ്ടാകരുത്. ഇത്തരം പ്രാർത്ഥനകളോടുകൂടി തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ 2025 സ്വാഗതം ചെയ്യാനായിട്ട് മാജിക് അവനും തയ്യാറെടുക്കുന്നു. ഒരു മധുരം കൊണ്ടാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. ഈ ഒരു മധുരം എന്ന് പറഞ്ഞാൽ ഒരു പുഡിങ്ങാണ്. സിമ്പിളായിട്ടൊരു പുഡിങ്ങാണ്. ഇതൊരു ട്രൈഫിൾ പുഡിങ്ങാണ്. ഇത് കോക്കനട്ട് ആൻഡ് ബനാന ട്രൈഫിൾ പുഡിങ്. പലതരം ട്രൈഫിൾ പുഡിങ്സ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ തന്നെ മാജിക് അവനിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു വ്യത്യസ്തമായൊരു പുഡിങ്. വീട്ടിൽ എളുപ്പം തയ്യാറാക്കാം. കുറച്ച് ചേരുവകൾ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോക്കനട്ട് ആൻഡ് ബനാന ട്രൈഫിൾ പുഡിങ്. ചേരുവകൾ: സ്പഞ്ച് കേക്ക് 1/2 കിലോ, കസ്റ്റർഡിന് വേണ്ട ചേരുവകൾ: തേങ്ങാപ്പാൽ അഥവാ കോക്കനട്ട് മിൽക്ക് 500 ml, ഏകദേശം 2 കപ്പ് എന്ന് പറയാം, മുട്ട 3 എണ്ണം, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 2 ടീസ്പൂൺ, മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ്. ഇനി മറ്റു ചേരുവകൾ: റോബസ്റ്റ പഴം നന്നായി പഴുത്തത് 3 എണ്ണം സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്ത് വിപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളുടെ കോക്കനട്ട് ആൻഡ് ബനാന ട്രൈഫിൾ പുഡിംഗ് തയ്യാറാക്കാൻ പോകണു. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ്. അതായത് തേങ്ങാപ്പാലിലാണ് നമ്മളിത് ചെയ്യുന്നത്. പശുവും പാലൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് 3 മുട്ട വേണം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കുക. തേങ്ങാപ്പാലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡിയാണ്. അങ്ങനെ 3 എഗ്സ് ആ റെഡി. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടി ആദ്യം ഒന്ന് യോജിപ്പിക്കാം. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർക്കാം. അതിനായിട്ട് കോൺഫ്ലവർ നമ്മൾ 2 ടീസ്പൂൺ എടുക്കാം. ആദ്യം 2 ടീസ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ ഏകദേശം ഒരു 400 ml അല്ലെങ്കിൽ ഒരു 500 ml ആയാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാൽ ഇവിടെ സെറ്റാണ്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം കോൺഫ്ലവർ ഒന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു കോക്കനട്ട് ഫ്ലേവർ ആയിരിക്കും ഈ ഒരു പുഡിങ്ങിന് വരുന്നത്. നമ്മൾ സാധാരണ കൗ മിൽക്കല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ മിശ്രിതം ഈ മുട്ടയുടെ കൂടെ ചേർക്കാം. ഇതിനകത്തേക്ക് കണ്ടൻസ് മിൽക്കും കൂടി കുറച്ച് ചേർക്കാം. ഇപ്പോൾ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, വേറെ ആവശ്യം വരികയാണെങ്കിൽ എടുക്കാം. എന്തായാലും 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കണ്ടൻസ് മിൽക്ക്. അതും കൂടി ഈ ഒരു മിശ്രിതത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ സാധാരണ നമ്മളൊരു മുട്ടയും പാലും മാത്രം പഞ്ചസാരയും കൂടെ വെച്ചിട്ടൊരു കസ്റ്റേർഡ് കുറുക്കുമ്പോൾ ചിലപ്പോൾ അത് കേർഡിൽഡ് ആകാനുള്ള ചാൻസസ് വരും. പിരിഞ്ഞ പോലെ ആകും, പൊട്ടിപ്പോകും. എപ്പോഴും വേണമെന്നില്ല, സംടൈംസ് ചില സമയങ്ങളിൽ സംഭവിക്കാം. പക്ഷേ അതേസമയം കുറച്ച് കോൺഫ്ലവറും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണെങ്കിൽ അങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു. 500 ml എടുത്തിട്ടുണ്ട്. 400 to 500 ml ആണ് ഏകദേശം ഒരു കണക്ക്. നമുക്കിനി ഇത് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുത്ത് ഒരു കസ്റ്റേർഡ് പോലെ ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിശ്രിതം ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അടുപ്പിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേർത്തത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്. ഇതൊരു മോഡറേറ്റ് മധുരമേ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി സ്വീറ്ററായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കണ്ടൻസ് മിൽക്ക് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. എനിക്ക് കുറച്ചുകൂടെ സ്വീറ്റർ വേർഷനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കും. പഞ്ചസാര ചേർത്താലും മതി കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂണും കൂടെ ചേർത്താലും. എൻ്റെ കയ്യിൽ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ടൻസ് മിൽക്ക് എടുത്തു വെച്ചല്ലോ.
അതുകൊണ്ട് അത് തന്നെ ചേർക്കും. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. ഇനി അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കുറുക്കി ഒരു കസ്റ്റേർഡ് പാകത്തിനാക്കി. അപ്പോൾ അടുപ്പ് കത്തിച്ചു. ഇനി പാത്രത്തിലേക്ക് ഈ മിശ്രിതം മാറ്റുന്നു. ഇനി ഒരു തടി കൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈവിടാണ്ട് ഇളക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, അത് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഈസ് റെഡി. ഇതേ കുറുകി കഴിഞ്ഞു. നല്ല തിക്കൊരു കസ്റ്റേർഡായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. ഇനി എന്നിട്ട് അല്പം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുക്കണം നന്നായിട്ട്. തണുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് കസ്റ്റേർഡ് ഈസ് റെഡി. തണുത്ത് കഴിഞ്ഞു നന്നായിട്ട്. നല്ല സ്മൂത്തായിട്ടുള്ളൊരു കസ്റ്റേർഡ്. പിന്നെ ഇതൊരു സ്പഞ്ച് കേക്കാണ്. ഒരു സ്പഞ്ച് കേക്ക് ആണ് ഒരു ബേസ്, ഒരു ലെയർ വരുന്നത്. അപ്പോൾ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ തന്നെ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതുപോലൊരു ഇപ്പോൾ സ്ക്വയർ തന്നെ ആവണമെന്നില്ല, റൗണ്ട് ഷേപ്പോ എന്താണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയാലും മതി സ്പഞ്ച് കേക്ക്. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ക്രസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാം. എന്നിട്ട് ഇതിനെ ചെറിയ ക്യൂബ്സായിട്ട് മുറിക്കാം. ഇതുപോലെ ക്യൂബ്സായിട്ട് മുറിച്ച് വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ലെയർ. അപ്പോൾ കേക്ക് ആവശ്യാനുസരണം എടുക്കാം. നമുക്ക് എത്ര വേണം അതനുസരിച്ചിട്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ അത് സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇനി റോബസ്റ്റ പഴം അതിങ്ങനെ റൗണ്ട് പീസാക്കാം, അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിടാം. ഇതൊരു കോക്കനട്ട് ആൻഡ് ബനാന ട്രൈഫിൾ പുഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബനാന കുറച്ച് കൂടുതൽ ചേർക്കാം, കുഴപ്പമില്ല. ഇനി കുറച്ചുകൂടി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, 4ആയിട്ട് മുറിച്ചിട്ട്. അതാണെങ്കിലും ഓക്കെയാണ്. ഇത് പക്ഷേ ഇങ്ങനെ കുറച്ച് ചങ്കി ആയിട്ട് കിടക്കും, കാണാനും കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. ഞാനിതിപ്പോൾ ഒരു കോക്കനട്ട് ആൻഡ് ബനാന എന്നുള്ള ഒരു ഒറ്റ കാറ്റഗറിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല, കുറച്ചുകൂടെ എന്താ പറയുക, വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ബനാനയുടെ കൂടെ വേറെ ചേർന്ന് പോകുന്ന ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. യെസ്, ആവശ്യത്തിനുള്ള പഴമായി കഴിഞ്ഞു. കസ്റ്റേർഡ് റെഡി, കേക്ക് ഇസ് റെഡി, സ്പഞ്ച്. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഒരു ടോപ്പ് ലെയർ വിപ്പിംഗ് ക്രീം കൊണ്ടാണ് നമ്മൾ അലങ്കരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.25 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതച്ചെടുക്കുക. ഇത് നല്ല ഫ്ലഫി ആകണം, നല്ല പതഞ്ഞ്, അറിയാമല്ലോ വിപ്ഡ് ക്രീം എങ്ങനെ ഇരിക്കുന്നതെന്ന്. പിന്നെ ഇത് മധുരമുള്ള സ്വീറ്റൻഡ് വിപ്ഡ് ക്രീമാണ്. ഇനി മധുരം ഇല്ലാത്ത ക്രീമാണെങ്കിൽ, വിപ്ഡ് ക്രീമാണെങ്കിൽ നമ്മൾ ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയോ കൂടി ചേർത്ത് കൊടുക്കണം. സോ നമ്മുടെ വിപ്ഡ് ക്രീമും റെഡിയാണ്. ഞാനിങ്ങനെ ഭയങ്കര ടൈറ്റായിട്ടല്ല പതച്ചത്, ഒരല്പം ലൂസാക്കി, അതായത് ഒരു കുറച്ചുകൂടി ഒരു മയത്തിൽ. വേണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ട് ചെയ്യാം, അത്രയും സ്റ്റിഫാക്കുന്നില്ല, ഓൾമോസ്റ്റ് നല്ലതായിട്ട് ഫ്ലഫിയായി വന്നു. അത് മതി. നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകണു, ട്രൈഫിൾ പുഡിംഗ്. അതൊരു ബൗളിലാകാം, ഏത് ഷേപ്പിലെ ബൗളാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് കേക്കിൻ്റെ ക്യൂബ്സ്, ഇത് സ്പഞ്ച് ക്യൂബ്സ്. അത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഒഴിക്കും. നല്ല തണുത്ത് കഴിഞ്ഞു, എന്നിട്ടാണ് ഒഴിക്കുന്നത്. ഇതിൽ നന്നായിട്ട് കുതിർന്ന് വരും. പിന്നെ ബാക്കി ഇരിക്കുന്ന കേക്കിനെയും കൂടി ഞാനിങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ മേലേക്ക് ഇടാം.
ഇതിനൊന്നും ഒരു സ്പെസിഫിക് കണക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടി ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി സ്പഞ്ച് ഇങ്ങനെ റെഡിയാക്കി. ഓക്കെ, ഇപ്പോൾ ആവശ്യത്തിനായി ഇനി ബാക്കി കസ്റ്റർഡും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ആ കസ്റ്റർഡ് ഇങ്ങനെ ഇറങ്ങി പോകും. എന്നിട്ട് അത് നല്ല കുതിർന്ന് വരും. അപ്പോൾ കസ്റ്റർഡിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കിക്കോളൂ. ഇതായിരിക്കും ഏറ്റവും കറക്റ്റ്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടു തിക്കും അല്ല, നല്ല ഒരു കുറുകിയ പാകം, ഒരു ഫ്ലോയി ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ലെയറും ആകുന്നു. അത് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ പഴം മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. സ്ട്രോബെറീസൊക്കെ നല്ലതായിരിക്കും, സ്ട്രോബെറീസ് കിട്ടുകയാണെങ്കിൽ. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ വിപ്ഡ് ക്രീമും കൂടി വെച്ച് ഫിനിഷ് ചെയ്യാം. ദാറ്റ് ഇസ് ദ തേർഡ് ലെയർ. ഞാൻ ഭയങ്കര സ്റ്റിഫാക്കിയില്ല, കാര്യം ഇങ്ങനെ ആണ് കുറച്ച് ക്രീമി ആയിരിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്, കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ഓൾ ദ ലെയേഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയില്ലേ? യാ, ഇതിൽ കോൺട്രാസ്റ്റ് കളേഴ്സൊന്നുമില്ല. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഗ്രേപ്സോ ചെറീസോ ഒക്കെ വേണമെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രൈഫിൾ പുഡിങ്സിൽ ഒരു ലെയർ ഓഫ് ജെല്ലി വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇതിൽ ജെല്ലി നമ്മളൊന്നും വെച്ചിട്ടില്ല. വേണമെങ്കിൽ ഒരു കോക്കനട്ട് ജെല്ലി ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ ഇതിനകത്ത് മിക്സ് ചെയ്യാം. അതായത് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ട് വേണമെങ്കിൽ ഒരു ജെല്ലി ഉണ്ടാക്കാം. അത് വേണമെങ്കിൽ ഒരു ലെയറായിട്ട് വയ്ക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇംപ്രവൈസേഷൻസ് ആകാം. പിന്നെ വേറെ നട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ, ചോപ്ഡ് നട്ട്സ് ഒക്കെ വേണമെങ്കിൽ, ആൽമണ്ട്സ്, കാഷ്യൂസ്, പിസ്ത, അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു ലെയർ കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഇടാമല്ലോ. കിസ്മിസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല മനോഹരിയായ നമ്മുടെ കോക്കനട്ട് ആൻഡ് ബനാന ട്രൈഫിൾ പുഡിംഗ് ഈസ് റെഡി. ഇതിങ്ങനെ കഴിക്കരുത്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നല്ല ചില്ല് ചെയ്ത് കഴിക്കുക. നല്ല തണുപ്പാണെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കഴിച്ചാൽ റൂം ടെമ്പറേച്ചറിൽ ഒരു സ്വാദും ഉണ്ടാവില്ല. ഇതകത്തേക്ക് പോട്ടെ ഫ്രിഡ്ജിലേക്ക്. എന്നിട്ട് ഞാനിപ്പോൾ കഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ തണുക്കില്ല, അത്രയും സമയം എനിക്കില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. എന്നിട്ട് കഴിക്കുമ്പോൾ എല്ലാ ലെയറും കിട്ടുന്ന രീതിയിൽ സ്കൂപ്പ് ചെയ്ത് പുറത്തേക്ക് ബൗളിലാക്കിയിട്ട് സെർവ് ചെയ്യുക. നല്ല എളുപ്പമല്ലേ? അപ്പോൾ ഇതാണ് മാജിക് അവൻ്റെ നിങ്ങളുടെ 2025 ഉള്ള സമ്മാനം. നമ്മുടെ ഈ പുഡിങ്ങിൽ ഞാനിപ്പോൾ കസ്റ്റർഡ് ഉണ്ടാക്കാനായിട്ട് 3 മുട്ടയാണ് ഉപയോഗിച്ചത്. മുട്ട ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ ഇടയിൽ. അപ്പോൾ എഗ്ഗൊന്നും കഴിക്കാത്ത എഗ്ലെസ് ആയിട്ടുള്ള പുഡിങ്സ് ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ളവർക്ക് മുട്ടയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റർഡ് പൗഡർ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ കോൺഫ്ലവർ മാറ്റുക, എന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടി ചേർത്തിട്ട് ഇതുപോലെ തയ്യാറാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടുക. ഈ 2 ടീസ്പൂൺ എന്നുള്ള 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആക്കുക. അപ്പോൾ കറക്റ്റായിരിക്കും. അപ്പം മുട്ട വേണ്ട. ഇതിപ്പോൾ മുട്ട ചേർത്തുണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അങ്ങനെ 2025 വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സമ്മാനമാണ് മാജിക് അവൻ്റെ ഈ ഒരു കോക്കനട്ട് ആൻഡ് ബനാന ട്രൈഫിൾ പുഡിംഗ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നല്ലൊരു പാർട്ടിയൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഡെസേർട്ടായിട്ട് നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാൻ സാധിക്കും. നല്ല തണുപ്പിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്ത് ഇംപ്രവൈസേഷൻ വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് എ ബേസിക് തിങ്, അത്രേ ഉള്ളൂ. ഇതൊരു ബേസായിട്ട് വിചാരിക്കുക. ഇതിൽ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ചേർക്കാം. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ കേരളയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും മാജിക് അവൻ്റെ ഫുൾ ടീമിൻ്റെ പേരിൽ ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച പുഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവൻ്റെ കാണാം.